ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപ്തിനെ കാണാനായിട്ട് നേരിട്ട് തന്നെ വേദ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വരുണിനെ വേണ്ടാന്ന് വെക്കുന്നുള്ള രീതിയിൽ വേദ സംസാരിക്കുമ്പോൾ വരുണും ഞാൻ തമ്മിൽ ഇഷ്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിലെങ്ങാനും വിക്രം ചേട്ടൻ വരുണ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ എന്നെ കാണാമെന്നൊക്കെ ദീപ്തി വേദനോട് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അച്ഛനെ കാണേണ്ടി വരും, അച്ഛനെ കണ്ട് സംസാരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ദീപ്തിക്ക് വില പോകുന്നില്ല. അങ്ങനെ അതൊക്കെ നമ്മുടെ വിക്രത്തിനോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ ഒരു പ്രശ്നം വേണമെങ്കിൽ നിനക്ക് ഞാൻ പരിഹരിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയും ചോദിക്കുമ്പോൾ വഴികളൊന്നും നീ അന്വേഷിക്കേണ്ട, ഈ പ്രശ്നത്തിന് പരിഹാരം ഞാൻ കണ്ടുതരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്ക് തിരിച്ച് നീ ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയുന്നുണ്ട്. ആ ഉപകാരം എന്ന് പറയുന്നത് ചിലപ്പോൾ വേദ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശ്രീനിവാസ് സാറിനായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ വിനായകനായിട്ടുള്ള രഹസ്യം തുറന്നു പറയാൻ പാടില്ല എന്നോ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് വിക്രം പറയുന്നത്. അപ്പോൾ എന്തായാലും വേദ നമ്മളെ ദീപ്തിനെയും വരുണിനെയും രണ്ടാക്കാനായിട്ടുള്ള തീരുമാനം തന്നെ എടുക്കുകയാണ്. പക്ഷേ വിക്രമും വേദയും കൂടിയിട്ട് ദീപ്തിയുടെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് നന്ദിനി വന്നു ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അത് ആരും അറിയാതെ രഹസ്യമായിട്ടാണ് അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ വാതിലിൻ്റെ ഇടയിൽ കൂടെ വന്നും കണ്ട് നന്ദിനി എല്ലാതും ഒളിഞ്ഞു കേൾക്കുന്നതായിട്ട് പ്രമോൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.